വൈകുന്നേരം പിള്ളേർ സ്കൂളിൽ നിന്ന് വരുമ്പോഴേക്കും എന്താ ഉണ്ടാക്കുക എന്നിങ്ങനെ ആലോചിച്ചപ്പോഴാട്ടോ രാവിലെ ഉണ്ടാക്കിയ ഇടിയപ്പത്തിന്റെ മാവ് കുറച്ച് ബാക്കിയുണ്ടായിരുന്നു ഓർമ്മ വന്നത്. അങ്ങനെ പെട്ടെന്ന് കുറച്ച് തേങ്ങയും ചിരകി എടുത്ത് അതിലോട്ട് കുറച്ച് ശർക്കരയും കൂടി ചീകി ഇട്ടിട്ട് ഏലക്കാപ്പൊടിയും കൂടി ഇട്ട് നന്നായിട്ട് അങ്ങോട്ട് മിക്സ് ചെയ്തെടുത്തു കേട്ടോ. ആ മണം അങ്ങോട്ട് കേൾക്കുമ്പോൾ തന്നെ പണ്ടൊക്കെ വീട്ടിൽ അട ഉണ്ടാക്കുന്ന സമയത്ത് ഇതണക്ക് മിക്സ് ചെയ്ത് വെക്കുമ്പോൾ അതിൽ നിന്നൊക്കെ കുറേ കോരി കഴിക്കുമായിരുന്നു കേട്ടോ. പക്ഷെ ഇപ്പൊ ഒന്നും അങ്ങനെ കോരി കഴിക്കാനൊന്നും തോന്നില്ലേ. എന്നാലും ജസ്റ്റ് ഒന്ന് ടേസ്റ്റ് ഒക്കെ ചെയ്ത് നോക്കി കേട്ടോ. അങ്ങനെ ഞാൻ ഓടിപ്പോയതാ കുറേ ഇലയൊക്കെ അങ്ങോട്ട് മുറിച്ചോണ്ട് വന്നേ. പിന്നെ ഇലയൊക്കെ അങ്ങോട്ട് കുഞ്ഞു കുഞ്ഞു പീസാക്കി മുറിച്ച ശേഷം മാവൊക്കെ പരത്തി ഫില്ലിങ്സ് ഒക്കെ വെച്ച് കുറച്ച് അങ്ങനെ പരത്തി വെച്ച് അപ്പോഴേക്കും ഇഡ്ഡലി പാത്രത്തിൽ വെള്ളമൊക്കെ തിളച്ചിട്ടുണ്ടായിരുന്നു. അങ്ങനെ അതൊക്കെ പരത്തി അടക്കി വെച്ച് ഒരു 20 മിനിറ്റ് കഴിഞ്ഞപ്പോഴേക്കും നമ്മുടെ അടയൊക്കെ അങ്ങോട്ട് റെഡി ആയിട്ടുണ്ടായിരുന്നു കേട്ടോ. അവസാനം ശർക്കര മിക്സ് തീർന്ന കാരണം ശർക്കര ചീകണ്ട മടിക്ക് പഞ്ചസാര ഇട്ടിട്ട് ഒരു ഉണ്ടയാക്കിയിട്ട് വെച്ച് കേട്ടോ. ഇങ്ങനെ ആവുമ്പോൾ പെട്ടെന്ന് അറിയാമല്ലോ അല്ലേ. ഇതെല്ലാം ചെയ്ത് കഴിഞ്ഞപ്പോഴേക്കും പിള്ളേർ വരാൻ സമയമായിട്ടുണ്ടായിരുന്നേ. അങ്ങനെ ഒരു അട എടുത്ത് ടേസ്റ്റ് ചെയ്യാന്ന് പറഞ്ഞ് നോക്കുമ്പോഴേക്കും അച്ചുട്ടി എവിടെ നിന്നാണോ ഓടി വന്നതെന്ന് അറിയത്തില്ല കേട്ടോ. പിന്നെ ഞാൻ എടുത്ത അട മൊത്തം അവള് തിന്നിട്ട് പോയേ. പുറത്തുനിന്ന് വരുമ്പോൾ തന്നെ നല്ല മണമായിരുന്നെന്ന് പറഞ്ഞിട്ടാട്ടോ ഓടി വന്നത്. അങ്ങനെ പിന്നെ ചായയൊക്കെ ഉണ്ടാക്കിയ ശേഷം ഞാനും പിള്ളേരും കൂടി ഇരുന്ന് അടയും ചായയൊക്കെ കൂടി കഴിച്ചു കേട്ടോ. അപ്പം ഇന്ന് അത്രയേ ഉള്ളൂ. ബൈ ബൈ.